Hello all. Today we are going to discuss about foreign currency accounts abroad and modified liberalized exchange rate management system. അപ്പോൾ ഇതിൽ ഫോറിൻ കറൻസി അക്കൗണ്ട്സ് അബ്രോഡ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് ഫോറിൻ കറൻസി അക്കൗണ്ട് അബ്രോഡ് എന്നുള്ളത് നമ്മൾ അറിയണം. എ ഫോറിൻ കറൻസി അക്കൗണ്ട് അബ്രോഡ് ഈസ് ആൻ അക്കൗണ്ട് ഹെൽഡ് ഓർ മെയിൻറ്റെയിൻഡ് ഇൻ എ കറൻസി അതർ ദാൻ ദ കൺട്രി ഓഫ് ഇഷ്യൂ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കറൻസിയിൽ തന്നെ ആയിരിക്കണം ട്രേഡ് നടക്കണം എന്നില്ല. രണ്ട് കൺട്രി തമ്മിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ ആ രണ്ട് കൺട്രീസിൻ്റെ കറൻസീസിൻ്റെ ഡിനോമിനേഷനിലായിരിക്കും ആ ട്രേഡ് നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഏത് കൺട്രിയിലാണോ ഇഷ്യൂ ചെയ്തത് ആ കൺട്രിയിലെ കറൻസിയിൽ തന്നെ നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കില്ല. ആ നേരത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഫോറിൻ കറൻസി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു എക്സ്പോർട്ടറോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടറോ ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫോറിൻ ട്രേഡിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പോർട്ടർ ആണെങ്കിൽ എക്സ്പോർട്ടറിൻ്റെ ഒരു ബാങ്ക് ഉണ്ടാവും, ഇമ്പോർട്ടർ ആണെങ്കിൽ ഇമ്പോർട്ടർക്കും ഒരു ബാങ്ക് ഉണ്ടാവും. ആ രണ്ട് ബാങ്കുകളും തമ്മിൽ ഉള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഫോറിൻ കറൻസി അക്കൗണ്ട് എബ്രോഡ്, അതായത് എപ്പോഴും നടക്കുന്നത് രണ്ട് കൺട്രീസ് തമ്മിലാണല്ലോ, അതാണ് ഫോറിൻ കറൻസി അക്കൗണ്ട് എബ്രോഡ് എന്ന് പറയാനുള്ള പേര്. അപ്പോൾ അതാണ് ഈ ഫോറിൻ കറൻസി അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന നേരത്ത് രണ്ട് കൺട്രീസിലത്തെ ഇമ്പോർട്ടറും എക്സ്പോർട്ടറും ഇമ്പോർട്ടറിൻ്റെയും എക്സ്പോർട്ടറിൻ്റെയും ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവും. ആ ബാങ്ക് അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഫോറിൻ കറൻസി അക്കൗണ്ട് എബ്രോഡ് എന്ന് പറയുന്നത്. കാരണം രണ്ട് കൺട്രീസിലത്തെ ഈ ആൾക്കാർ, എക്സ്പോർട്ടറും ഇമ്പോർട്ടറും രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലത്തെ ആൾക്കാരായതുകൊണ്ടാണ് എബ്രോഡ് എന്നുള്ള വാക്ക് അവിടെ വരാനുള്ള കാരണം. ഇനി ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നുള്ളൂ. ഒന്ന് നോസ്ട്രോ അക്കൗണ്ടും പിന്നൊന്ന് വോസ്ട്രോ അക്കൗണ്ടും. നോസ്ട്രോ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്, അതിൽ ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ, പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ അക്കൗണ്ട് വിത്ത് യു, അതാണ് അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നോസ്ട്രോ അക്കൗണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് എ, ബാങ്ക് ബി, അങ്ങനെ രണ്ട് ബാങ്കുകളുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഒരു എക്സ്പോർട്ടറും അമേരിക്കയിൽ ഒരു ഇമ്പോർട്ടറും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അമേരിക്കക്കാർ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ നമ്മുടെ കറൻസിയിലായിരിക്കില്ല, അവരുടെ ഡോളേഴ്സിലായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അവർ അമേരിക്കയിലത്തെ ഇമ്പോർട്ടർ ഡോളറായിട്ട് നമ്മുടെ ഇന്ത്യയിലത്തെ എക്സ്പോർട്ടറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ ഡോളർ നിക്ഷേപിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ അക്കൗണ്ട് വിത്ത് യു, അവിടുത്തെ അമേരിക്കയിലത്തെ ആ ഇമ്പോർട്ടറിൻ്റെ ബാങ്ക് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിനോട് പറയുന്ന, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അക്കൗണ്ട് വിത്ത് യു, ഞങ്ങളുടെ ഒരു അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിൽ ഉണ്ട് കേട്ടോ എന്ന് അമേരിക്കയിലെ ഇമ്പോർട്ടറിൻ്റെ ബാങ്ക് ഇന്ത്യയിലെ എക്സ്പോർട്ടറിൻ്റെ ബാങ്കിനോട് പറയുന്നതാണ് ഈ നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അവർ അക്കൗണ്ട് വിത്ത് യു, അവർ പറയാണ് ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മണി നിങ്ങളുടെ ബാങ്കിലുണ്ട്. ദാറ്റ് ഈസ് നോസ്ട്രോ അക്കൗണ്ട്. സിമ്പിളായിട്ട് ഇതാണ് നോസ്ട്രോ അക്കൗണ്ട്. ഇനി നമുക്ക് എന്താ നോക്കാം. എ നോസ്ട്രോ അക്കൗണ്ട് ഇസ് എ റെഫറൻസ് യൂസ്ഡ് ബൈ ബാങ്ക് എ ടു റെഫർ ടു അവർ അക്കൗണ്ട് വിത്ത് യു. Nostro is a shorthand way of talking about our money that is on deposit at your bank. അതാണ് ഞങ്ങളുടെ പണം അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് നിങ്ങളുടെ ബാങ്കിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നോസ്ട്രോ അക്കൗണ്ട്, അവർ അക്കൗണ്ട് വിത്ത് യു. അപ്പോൾ നോസ്ട്രോ അക്കൗണ്ട് എന്ന് എവിടെ കേട്ടാലും ഈ ഒരു ടാഗ് ലൈൻ ഒരിക്കലും മറക്കരുത്, അവർ അക്കൗണ്ട് വിത്ത് യു. അതുകൊണ്ട് തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്യാനുള്ള റീസൺ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദീസ് അക്കൗണ്ട്സ് ആർ ഓഫൺ യൂസ്ഡ് ടു സിംപ്ലിഫൈ സെറ്റിൽമെൻറ്റ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രേഡ് സെറ്റിൽമെൻറ്റ്സിനും ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനും വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുക. നോസ്ട്രോ അക്കൗണ്ട്സ് ഡിഫർ ഫ്രം സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ദാറ്റ് they are usually held by financial institutions and they are denominated in foreign currencies.
സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട്സിനെ പോലെ ആയിരിക്കില്ല നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അതുപോലെ ഹൈ പ്രൊഫൈലായിട്ടുള്ള എക്സ്പോർട്ടറോ ഇമ്പോർട്ടറോ അങ്ങനത്തെ ആൾക്കാർ ഫോറിൻ കറൻസി ഡിനോമിനേഷനിൽ ആയിരിക്കും ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് അതൊരു സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് പോലെയല്ല ഈ നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. Then third point, it is an account maintained by a bank with its branch or another bank at overseas center and the account is maintained in foreign currency. നമുക്കറിയാം ഓവർസീസിലായിരിക്കും ബാങ്ക് ഉണ്ടാവുക. ഇപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിൽ ഇന്ത്യ ഓവർസീസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്, ഇന്ത്യക്കാണെങ്കിൽ അമേരിക്ക ഓവർസീസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് നമുക്കറിയാം അത് അവരുടെ കൺട്രി ഓഫ് ഇഷ്യൂലല്ല, ഫോറിൻ കറൻസിയിലായിരിക്കും അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആണ് അവിടെ പറയുന്നത്, an Indian bank in Mumbai maintaining US dollar account with its branch or a correspondent bank in New York is said to have a nostro account with the New York branch or bank. ഇവിടെ ഇന്ത്യക്ക് ന്യൂയോർക്കിലുള്ളത്, അതായത് ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇന്ത്യ എക്സ്പോർട്ടറും അമേരിക്ക ഇമ്പോർട്ടറും ആണ്. ഈ എക്സാമ്പിളിൽ പറയുന്നത് ഇന്ത്യ ഇമ്പോർട്ടറും അമേരിക്ക എക്സ്പോർട്ടറും ആയിട്ടാണ്. എങ്ങനെ നോക്കിയാലും നോസ്ട്രോ അക്കൗണ്ടേഴ്സ് സെയിം ആയിരിക്കും. ഈ എക്സാമ്പിൾ ആണെങ്കിൽ ഈ എക്സാമ്പിളിൽ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ന്യൂയോർക്കിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ന്യൂയോർക്കിൽ ഒരു ബാങ്കായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് അവർ അക്കൗണ്ട് ഇസ് വിത്ത് യു. നമ്മൾ ഇന്ത്യക്കാർ ന്യൂയോർക്കിനോട് പറയുന്ന ആ ഒരു അക്കൗണ്ടാണ്, ന്യൂയോർക്കുമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടാണ് നോസ്ട്രോ അക്കൗണ്ട്. അവർ അക്കൗണ്ട് ഓർ അവർ മണി ഈസ് വിത്ത് യു എന്ന് പറയുന്ന നോസ്ട്രോ അക്കൗണ്ട്. അപ്പോൾ നോസ്ട്രോ അക്കൗണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. അവർ അക്കൗണ്ട് വിത്ത് യു, ഞങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു റെഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൻ്റെ സെറ്റിൽമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ടിനെ പോലെ ആയിരിക്കില്ല നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ബിക്കോസ് നോസ്ട്രോ അക്കൗണ്ട് വിൽ ബി ഹാൻഡിൽഡ് ബൈ high profile importers or exporters or else financial institutions in denomination of foreign currencies. Okay, then the third point നമ്മളോട് ഒരു എക്സാമ്പിൾ പറയാണ്. ആ എക്സാമ്പിൾ അറിയാം, നമ്മുടെ ഇന്ത്യൻ ബാങ്കും ന്യൂയോർക്കിലെ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇന്ത്യയിലെ ബാങ്ക് ഫോറിൻ ട്രേഡിന് വേണ്ടി ന്യൂയോർക്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ നമുക്കൊരു നോസ്ട്രോ അക്കൗണ്ട് ന്യൂയോർക്കിൽ ഉണ്ടെന്നാണ് നമ്മൾ പറയുക. കാരണം ഞങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിൽ, അവർ അക്കൗണ്ട് ഓർ അവർ മണി വിത്ത് യു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ എ ബാങ്ക് വിത്ത് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ഹാസ് ടു മെയിൻറ്റെയിൻ സെവറൽ നോസ്ട്രോ അക്കൗണ്ട്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻ ദ കൺട്രി ഓഫ് റിലേറ്റീവ് കറൻസീസ് ഇൻ ദി കൺട്രി. അത് നമുക്കറിയേണ്ട കാര്യമാണ്. അതായത് എവിടേക്കാണോ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തൊക്കെ നമ്മൾ അവിടുത്തെ ബാങ്കുകാരായിട്ട് നോസ്ട്രോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. യെസ്. ഇനി വോസ്ട്രോ അക്കൗണ്ട് മീൻസ് യുവർ മണി ദാറ്റ് ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് അവർ ബാങ്ക്. ഇപ്പോൾ ഇതേ എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്കയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ബാങ്ക്, അതായത് നമ്മുടെ ബാങ്കിൽ അമേരിക്ക കാശ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സ്പോർട്ടറിൻ്റെയും ഇമ്പോർട്ടറിൻ്റെയും ആ ബാങ്കുകൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പാണ് നോസ്ട്രോ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു. നോസ്ട്രോ NOSTRO നോസ്ട്രോ അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അമേരിക്കയ്ക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം. വോസ്ട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിന് അമേരിക്കയിലത്തെ ബാങ്കുമായിട്ടുള്ള ബന്ധത്തിനെയാണ് നമ്മൾ വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുക. അതായത് അവരുടെ മണി നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ട് നമ്മുടെ ബാങ്കിലുണ്ട്. അതിനാണ് നമ്മൾ വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. യുവർ മണി ദാറ്റ് ഇസ് ഓൺ ഡെപ്പോസിറ്റ് അറ്റ് ആ ബാങ്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതും വോസ്ട്രോ അക്കൗണ്ടും നോസ്ട്രോ അക്കൗണ്ടും ഒരുപോലെ തന്നെ. കാരണം ഫോറിൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ടും. അത് രണ്ട് ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടറിൻ്റെ
പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് സംസാരിക്കുക. കാരണം ഇമ്പോർട്ടർ ആണ് പറയുന്നത് ഞങ്ങളുടെ കാശ് നിങ്ങളുടെ ബാങ്കിൽ എന്ന്. വോസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് എക്സ്പോർട്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുക. കാരണം നിങ്ങളുടെ കാശ് ഞങ്ങളുടെ ബാങ്കിലുണ്ട് എന്നുള്ള അർത്ഥം. അപ്പം നോസ്ട്രോ എന്ന് പറയുമ്പോൾ അവർ അക്കൗണ്ട് ഇസ് വിത്ത് യു, വോസ്ട്രോ എന്ന് പറയുമ്പോൾ യുവർ അക്കൗണ്ട് ഇസ് വിത്ത് അസ്. ഇതാണ് വ്യത്യാസം. ഇത് രണ്ടും രണ്ടാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുന്ന പോയിന്റ്സ് ആണ്. രണ്ടും സെയിം ആണ്. രണ്ട് ആൾക്കാരുടെ വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നു എന്ന് മാത്രം. സോ നമുക്ക് ജസ്റ്റ് എന്താണ് വോസ്ട്രോ അക്കൗണ്ട് എന്ന് നോക്കാം. വോസ്ട്രോ ഈസ് എ റെഫറൻസ് ടു യോഴ്സ് ആൻഡ് റെഫേഴ്സ് ടു യുവർ മണി ദാറ്റ് ഈസ് ഓൺ ഡെപ്പോസിറ്റ് അറ്റ് ആർ ബാങ്ക്. ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ബൈ ബാങ്ക് ബി where bank A's money is on deposit. എയുടെ മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ബാങ്കാണ് ബാങ്ക് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ബിക്കാർ പറയാണ് യുവർ മണി ഈസ് വിത്ത് അസ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ബാങ്കുകാർ തമ്മിലുള്ള എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോസ്ട്രോ അക്കൗണ്ടിൽ നമ്മളിതാ യൂസ്ഡ് ബൈ ബാങ്ക് എ ടു റെഫർ ടു അവർ അക്കൗണ്ട് ഇസ് വിത്ത് യു എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു. അതുപോലെ ബാങ്ക് എ ആണ് നോസ്ട്രോൻ്റെ കാര്യം പറയുന്നത്, ബാങ്ക് ബി ആണ് വോസ്ട്രോൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇതിൽ വലിയൊരു ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, വോസ്ട്രോ അക്കൗണ്ട് is like any other account held by a bank. The account is a record of money owed to or maintained by a third party, typically another bank, but it can be either a company or an individual. ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു ആവശ്യമില്ല. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്ത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തേർഡ് പാർട്ടി തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ അതായത് ഈ ബാങ്ക് ഈ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചോ ഹെഡോ അങ്ങനെ ഒരു ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ബാങ്ക് ബി തന്നെയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞത് ഈ ബാങ്കിൻ്റെ വളരെ വലിയൊരു പാർട്ട്ണറായിട്ടുള്ള ഇൻഡിവിജ്വലോ കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബ്രാഞ്ചോ ഒക്കെ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ആ തേർഡ് പാർട്ടി എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ അർത്ഥം, വലിയൊരു മീനിങ് അവിടെ കൊടുക്കാനില്ല. ഇത്രയേ ഉള്ളൂ. ബാങ്ക് എയുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ മണിയോ ബാങ്ക് ബിയുടെ കയ്യിലുണ്ട്. ദാറ്റ്സ് ഓൾ. അവിടെ തേർഡ് പാർട്ടി എന്നുള്ള വാക്ക് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ബാങ്ക് എയുടെ ഡെപ്പോസിറ്റ് ബാങ്ക് ബിയുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് വോസ്ട്രോ അക്കൗണ്ട്. റിവേഴ്സ് ആണെങ്കിൽ നോസ്ട്രോ അക്കൗണ്ട്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, നെക്സ്റ്റ് തിങ് ഇസ് ബാങ്ക് ഇൻ UK or US often hold a വോസ്ട്രോ account on behalf of a foreign bank. The വോസ്ട്രോ account is held in currency of a country where the money is on deposit. കറൻസി ഓഫ് ദ കൺട്രി വേർ ദ മണി ഈസ് ഓൺ ഡെപ്പോസിറ്റ്. ഏത് കൺട്രിയിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ആ കൺട്രിയുടെ കറൻസിയിലായിരിക്കും വോസ്ട്രോ അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്.